വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഈ ഒരാഴ്ച നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യയിൽ ആദ്യമായി OTEC പ്ലാന്റ് എവിടെയാണ് വരാൻ പോകുന്നത്? OTEC പ്ലാന്റ് എന്താണ്? OTEC പ്ലാന്റ് എന്ന് ആദ്യം നമുക്ക് പഠിക്കാം. ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷൻ പ്ലാന്റ്, അതാണ് അതിന്റെ പൂർണ്ണരൂപം. അതായത് കുടിവെള്ളവും അതുപോലെ വൈദ്യുതിയും ഒരേ സമയം ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് ആണ് ഈ OTEC പ്ലാന്റ്. ഇത് എവിടെയാണ് എന്താ പറയുന്നത് സ്ഥാപിക്കാനായിട്ട് പോകുന്നത്? ലക്ഷദ്വീപിലാണ്. എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപിൽ എവിടെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? കവരത്തിയിലാണ്. അപ്പോൾ ലക്ഷദ്വീപിലെ കവരത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷൻ പ്ലാന്റ് വരുന്നു. ഇതിന്റെ പ്രത്യേകത കുടിവെള്ളവും വൈദ്യുതിയും ഒരേ സമയം ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് വായു മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാൻ, അതായത് വായു മലിനീകരണം ഭയങ്കര കൂടുതലാണ് എന്ന് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? അതിന്റെ തോത് കുറയ്ക്കാൻ മൈക്രോ ആൽഗെ എയർ ടവർ, എന്താണ് മൈക്രോ ട്ടോ, അത് പഠിച്ചു വെക്കുക. മൈക്രോ ആൽഗെ, മൈക്രോ ആൽഗെ എയർ ടവർ. ഈ മൈക്രോ ആൽഗെ എയർ ടവർ എന്തിനാണ്? വായു മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാൻ ട്ടോ. എവിടെ സ്ഥാപിച്ചു? എവിടെയായിരിക്കും സ്ഥാപിച്ചുണ്ടാവുക? ഏറ്റവും കൂടുതൽ മലിനീകരണം ഉള്ളത് എവിടെയാണ്? അങ്ങനെ ഡൽഹിയിൽ അങ്ങനെ മലിനീകരണം കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പൊ ഈ വായു മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാൻ ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിതമായത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇനി ആഗോള ആഗോള മെട്രോ ശൃംഖല ട്ടോ. ആഗോള മെട്രോ, ആഗോള മെട്രോ ശൃംഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നതാണ്. ഇന്ത്യയുടെ സ്ഥാനം 3-ാമത്താണ്. അപ്പൊ ലോകരാജ്യങ്ങളില് ആഗോള മെട്രോ ശൃംഖലയില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3-ാമതാണ്. ഇനി എത്രയാണ്? 1-ാമത്തെ സ്ഥാനം ആർക്കാണ്? ചൈനയ്ക്കും. 2-ാമത്തെ സ്ഥാനം അമേരിക്കയ്ക്കുമാണ് എന്ന് ഓർത്തുവയ്ക്കുക. അടുത്തത് നോക്കൂ. അതായത് 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് പുരസ്കാരം നേടിയത് ആര്? 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ട്ടോ. സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പേര് കവേ മദനി എന്നാണ്. എന്താണ് പേര്? കവേ മദനി. UN സർവകലാശാലയുടെ പരിസ്ഥിതി ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറാണ്. ഇറാനിയൻ വംശജനാണ്. പ്രശസ്ത, അപ്പൊ ഏത് വംശജനാണ്? ഇറാനിയൻ വംശജനാണ്. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് കവേ മദനി. അദ്ദേഹത്തിന് 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ചു. ഇനി വായു മലിനീകരണ പട്ടികയിൽ എന്താണ്? വായു മലിനീകരണ പട്ടിക ട്ടോ. ഈ വായു മലിനീകരണ പട്ടികയില്, അതായത് ഇത് ആരാ പുറത്തിറക്കിയ? IQ എയർ. ആരാണ്? IQ എയർ ട്ടോ. IQ എയർ പുറത്തിറക്കിയ 2025 ലോക ഗുണനിലവാര വായു മലിനീകരണ പട്ടികയിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനം? 6-ാമത്തെ സ്ഥാനം. 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? പാകിസ്ഥാനാണ്. 1-ാം സ്ഥാനത്ത് പാകിസ്ഥാൻ, 6-ാം സ്ഥാനത്ത് ഇന്ത്യ. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് പുഷ്പോത്സവം എന്താണ്? ടൂലിപ്പ് പുഷ്പോത്സവം. ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് പുഷ്പോത്സവം എവിടെ നടന്നു? ജമ്മു കാശ്മീരിലെ ടൂലിപ്പ് പൂന്തോട്ടത്തിലാണ്. ആ ടൂലിപ്പ് പൂന്തോട്ടത്തിന്റെ പേര് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടൂലിപ്പ് പൂന്തോട്ടം എന്നാണ്.
ഇപ്പൊ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടൂലിപ്പ് പൂന്തോട്ടത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് പുഷ്പോത്സവം നടന്നത് എന്ന് ഓർത്തുവയ്ക്കാം. ഇനി അടുത്തത് ആംഗ്ലിക്കൻ സഭയുടെ, ഏത് സഭയാണ്? ആംഗ്ലിക്കൻ സഭ. ആംഗ്ലിക്കൻ സഭയുടെ ആദ്യത്തെ വനിതാ ആർച്ച് ബിഷപ്പ് ആരാണ്? ആർച്ച് ബിഷപ്പാണ് കേട്ടാ. ആംഗ്ലിക്കൻ സഭയുടെ ആദ്യത്തെ വനിതാ ആർച്ച് ബിഷപ്പിന്റെ പേര് സാറ മലാലി എന്നാണ്. ആരാണ്? സാറ മലാലി. ആംഗ്ലിക്കൻ സഭയുടെ ആദ്യ വനിതാ ആർച്ച് ബിഷപ്പ് ആരാണ്? സാറ മലാലിയാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, സിക്കിമില് ഒരു വിമാനത്താവളം ഉണ്ട് അല്ലേ? സിക്കിമിലെ ഏക വിമാനത്താവളമാണ്, അതിന്റെ പേരാണ് പാക്യോങ് എന്നത്. എന്താണ് ആ വിമാനത്താവളത്തിന്റെ പേര്? പാക്യോങ് ആണ് കേട്ടോ. ഇത് ഒരു പുതിയ പേര് വരെയാണ്, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരില് ഇത് പുനർനാമകരണം ചെയ്യാണ്. ആരുടെ പേരിലാണ്? പേര് ഇതാണ്, ത്രിലോചൻ. എന്താണ്? ത്രിലോചൻ പൊക്രേൽ. ത്രിലോചൻ പൊക്രേൽ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിൽ സിക്കിമിലെ ഏക വിമാനത്താവളത്തിന്റെ പേര് മാറ്റാണ്. ഈ ത്രിലോചൻ പൊക്രേൽ ആരാണ്? സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കേട്ടോ. അടുത്തത് 2020 വേൾഡ് കപ്പിലെ, എന്താണ്? 2020 വേൾഡ് കപ്പിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി, വേഗത കൂടിയ സെഞ്ചുറി സ്വന്തമാക്കിയത് ആരാണ്? അദ്ദേഹം ന്യൂസിലൻഡുകാരനാണ്, ഫിൻ അലൻ. ന്യൂസിലൻഡുകാരനായ ഫിൻ അലൻ 2020 വേൾഡ് കപ്പില് വേഗത കൂടിയ എന്താണ് സെഞ്ചുറി നേടിട്ടോ. ഇനി നമുക്കറിയാം GI ടാഗ് അഥവാ ഭൗമസൂചിക പദവിയെ കുറിച്ചിട്ട് അല്ലെ. ഈ ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള കുറെ പ്രോഡക്റ്റുകള് PSC പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അങ്ങനെ നമ്മളോട് പറയാണ്, ഈ GI ടാഗ് ലഭിച്ച എന്താണ്? കർബി. നോക്കിയേ, GI ടാഗ് ലഭിച്ച കർബി ആംഗ്ലോങ്. എന്താണ്? ആംഗ്ലോങ്. കർബി ആംഗ്ലോങ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾക്ക്? ഇഞ്ചിയാണ് കേട്ടോ. ഇപ്പൊ GI ടാഗ് ലഭിച്ച കർബി ആംഗ്ലോങ് ഇഞ്ചി ഏത് സംസ്ഥാനത്തെ വിളയാണ്? അസമിലെ. അപ്പോ ഏത് സംസ്ഥാനത്തെ വിളക്കാണ്, ഇഞ്ചിക്കാണ് എന്ത് GI ടാഗ് ലഭിച്ചത്? അസം അല്ലെ. അതിന്റെ പേരാണ് കർബി എന്താണ് ആംഗ്ലോങ് എന്നത്. ഇനി അടുത്തത്, ഇന്ത്യൻ മഹാസമുദ്രത്തില് ശ്രീലങ്കൻ തീരത്തിന് സമീപം എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. ഇന്ത്യൻ മഹാസമുദ്രത്തില് എവിടെ? ശ്രീലങ്കയുടെ തീരത്തിന്, ശ്രീലങ്കൻ തീരത്തിന് സമീപമായി അമേരിക്കൻ അന്തർവാഹിനിയുടെ, അമേരിക്കൻ അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ തകർന്ന, അമേരിക്കൻ അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ തകർന്ന ഇറാന്റെ യുദ്ധക്കപ്പൽ ഏതാണ്? ആരുടെയാണ്? ഇറാന്റെ യുദ്ധക്കപ്പലിന്റെ പേര് എന്താണ്? എന്താണ് അതിന്റെ പേര്? ഇറിസ്. എന്താണ്? ഇറിസ് ദേന എന്നാണ്. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കൻ തീരത്തിന് എന്താ പറയാ സമീപമായി അമേരിക്കൻ അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ തകർന്ന ഇറാന്റെ യുദ്ധക്കപ്പലാണ് ഇറിസ് ദേന. ക്ലിയർ ആയോ മക്കളെ? 16 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക്, അപ്പൊ കുട്ടികളല്ലേ അവര്, കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. 16 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം ആര് നിരോധിച്ചു? കർണാടക. ഇനി അടുത്തത് നോക്കൂ, കേരള ജിനോം ഡാറ്റാ സെന്റർ. കേരള ജിനോം ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്?
തിരുവനന്തപുരത്ത്. എവിടെ? തിരുവനന്തപുരത്ത്. ഇനി അടുത്തത് പ്രോജക്റ്റ് ഹനുമാൻ. പ്രോജക്റ്റ് ഹനുമാൻ എന്തിനാന്നറിയാമോ? പ്രോജക്റ്റ് ഹനുമാൻ കൊണ്ടുവന്നേ മനുഷ്യരുടെയും വന്യജീവികളുടെയും മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള തല്ലുകൂട്ടം കുറയ്ക്കാൻ, സംഘർഷം കുറയ്ക്കാൻ അല്ലെ കൊണ്ടുവന്ന പ്രോജക്റ്റ് ഹനുമാൻ ഏത് സംസ്ഥാനത്താണ് അത് കൊണ്ടുവന്നത്? ആരാ കൊണ്ടുവന്നതെന്നറിയോ നിങ്ങള്? ആന്ധ്രാപ്രദേശിലാണ് കൊണ്ടുവന്നത്. ആന്ധ്രാപ്രദേശിലാണ്. അപ്പൊ പ്രോജക്റ്റ് ഹനുമാൻ. ഇനി അടുത്തത് KSRTC ബിസിനസ് ക്ലാസ് സർവീസ്. KSRTCയുടെ ബിസിനസ് ക്ലാസ് സർവീസ് ഏത് റൂട്ടിലാണ് ആരംഭിക്കുന്നത്? എറണാകുളം തിരുവനന്തപുരം. KSRTCയുടെ ബിസിനസ് ക്ലാസ് അല്ലെ എന്താ പറയുന്നത് സർവീസ് ആരംഭിക്കുകയാണ് KSRTC. അത് എവിടെ ആരംഭിക്കുന്നത്? എറണാകുളം തിരുവനന്തപുരം ആ റൂട്ടിലാണ് തുടക്കമായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. ഇനി റഷ്യ ഉക്രൈൻ യുദ്ധം. എന്താണ്? റഷ്യ അതുപോലെ തന്നെ ഉക്രൈൻ അല്ലെ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ 4ാമത്തെ വാർഷികം എന്നായിരുന്നു? 2026 ഫെബ്രുവരി മാസം 24-ന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ 4ാമത്തെ വാർഷികം 2026 ഫെബ്രുവരി 4-ന്. ഈ അടുത്തിടെ നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു, ആരാണ്? ദ്രൗപദി മുർമു ഒരു എന്താ പറയുന്നത് പ്രതിമ അനാച്ഛാദനം ചെയ്യാണ്. പ്രതിമ അനാച്ഛാദനം ചെയ്യാണ് കേട്ടോ. എവിടെയായിരിക്കും? രാഷ്ട്രപതി ഭവനില്. ആരുടെയാണത്? സി രാജഗോപാലാചാരി. ആരുടെയാണ്? സി രാജഗോപാലാചാരി. രാജാജി ഉത്സവ് എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമായി എന്താണ് ഈ രാജഗോപാലാചാരിയുടെ പ്രതിമ അവര് അനാച്ഛാദനം ചെയ്യാണ് ഉണ്ടായത്. ഇനി ലോകം മുഴുവൻ സൈക്ലിംഗ് എന്ന് പറയുന്ന സംസ്കാരം എന്താണ്? സൈക്ലിംഗ് കേട്ടോ. ലോകം മുഴുവൻ സൈക്ലിംഗ് എന്ന് പറയുന്ന സംസ്കാരത്തിന്റെ പ്രചാരകനായി സൈക്ലിംഗ് മിഷനറി എന്നറിയപ്പെട്ട വ്യക്തി ആരാണ്? അങ്ങേരുടെ പേര്? കിങ് ലിയു. ആരാണ്? കിങ് ലിയു. അപ്പൊ ലോകം മുഴുവൻ സൈക്ലിംഗ് സംസ്കാരം പ്രചരിപ്പിച്ചതിന്റെ ഫലമായി സൈക്ലിംഗ് മിഷനറി എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് കിങ് ലിയു. ആരാണ്? കിങ് ലിയു. നമ്മുടെ ബംഗാൾ ഉൾക്കടലില്, എവിടെയാണ്? ബംഗാൾ ഉൾക്കടലില് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസ പ്രകടനം നടന്നു. നാവിക അഭ്യാസ പ്രകടനം എന്നാ നടന്നത്? ഈ ഫെബ്രുവരി മാസത്തിലാണ് നടന്നത് കേട്ടോ. 15 തൊട്ട് 25 വരെ നടന്നു. അതിന്റെ പേര് എന്താണ്? മിലൻ 2026. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസ പ്രകടനം ഫെബ്രുവരി മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്നു. അതിന്റെ പേര് മിലൻ 2026 എന്നാണ്. മിലൻ 2026 കേട്ടോ. ഇനി ഒരു കൃതിയുടെ പേരാണ് ടീച്ചർ എഴുതണത്. നോക്ക. ദ മോങ്ക്. എന്താണ്? ദ മോങ്ക് ആസ് മാൻ. ദ മോങ്ക് ആസ് മാൻ. ദി അൺനോൺ. എന്താണ്? ദി unknown life of വിവേകാനന്ദ. ഇതൊരു കൃതിയാണ്. ഇത് സ്വാമി വിവേകാനന്ദന്റെ അവസാന നാളുകളെ കുറിച്ച് വിവരിക്കുന്ന കൃതിയാണ്. ഇത് രചിച്ചത് ആര് എന്നാണ് ചോദ്യം. മണിശങ്കർ മുഖർജി. മണിശങ്കർ മുഖർജി സ്വാമി വിവേകാനന്ദന്റെ അവസാന നാളുകൾ വിവരിക്കുന്ന പ്രശസ്തമായ ഒരു കൃതി രചിച്ചു. പേര് എന്താണ്? പേര് The Monk as Man, The Unknown Life of Vivekananda. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി എവിടെ നടന്നു? ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ.
ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിലാണ് ഇന്ത്യ AI ഉച്ചകോടി ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി 2026 ഫെബ്രുവരി മാസത്തിൽ നടന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ അവയവദാതാവ് ആരാണ്? അലിൻ ഷെറിൻ അബ്രഹാം. ഏറ്റവും പ്രായം കുറഞ്ഞ കേരളത്തിലെ അവയവദാതാവ് ആരാണ്? അലിൻ ഷെറിൻ അബ്രഹാം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ. പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യയുടെ പാവകളി പാരമ്പര്യത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പ് എത്ര സ്റ്റാമ്പുകൾ പുറത്തിറക്കി? 8 സ്റ്റാമ്പുകൾ. പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരില് ഇന്ത്യയുടെ പാവകളി പാരമ്പര്യത്തെ ആസ്പദമാക്കി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പുകളുടെ എണ്ണം 8 ആണ്. ഇതിൽ നിന്നും കേരളത്തിലെ ഒരു പാവകളിയുടെ ദൃശ്യമുണ്ട്. പിന്നെ രാജസ്ഥാൻ, കർണാടക, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെയുള്ള പാവകളിയുടെ ദൃശ്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. അപ്പൊ ഇത്രയും ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ടീച്ചർ ഇന്ന് അപ്ലോഡ് ചെയ്തത്. അടുത്ത ദിവസം ടീച്ചർ 100 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 100 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇത് ഈ ഒരാഴ്ചയിൽ നടന്നതാണ് നമ്മളിന്ന് പഠിച്ചത്. ടീച്ചർ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.